ഹായ് ഡിയർ സ്റ്റുഡൻസ്, നീറ്റിൻ്റെ പ്രിപ്പറേഷനിൽ എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ടീച്ചർ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും. കാര്യം ഒരു ചെറിയ ചാപ്റ്റർ അല്ലേ, ഓരോരോ ഹോർമോൺസിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും പ്രിക്കേഴ്സർ മോളിക്യൂൾസും ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചാൽ പോരെ, അതിൽ നിന്നൊക്കെ ഒത്തിരി ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കും കേട്ടോ. അതാ പറയുന്ന ബയോളജിയിൽ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പോലും അപ്ലൈഡ് ലെവലിൽ, ആപ്ലിക്കേഷൻ ലെവലിൽ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഫാമർ ഒബ്സർവ്സ് ദാറ്റ് ഹിസ് ക്രോപ്പ് ഷോസ് എക്സസീവ് സ്റ്റെം ഇലോങ്ങേഷൻ with weak stems and delayed flowering, which plant hormone is most likely responsible for this condition. അപ്പോൾ ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊരു കഥ പോലെയൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ അതിലാദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാമർ ഒബ്സർവ് ചെയ്യുന്നത് ക്രോപ്പ് ഷോസ് എക്സസീവ് സ്റ്റെം ഇലോങ്ങേഷൻ. എക്സസീവ് സ്റ്റെം ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് ഇലോങ്ങേറ്റ് ചെയ്യേണ്ടതിനേക്കാളും കൂടുതൽ സ്റ്റെം ഇലോങ്ങേഷൻ കാണിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. വിത്ത് വീക്ക് സ്റ്റെംസ്, അതായത് അങ്ങനെ എക്സസീവ് ലെങ്ത് വരുന്നത് കൊണ്ട് തന്നെ സ്റ്റെം വീക്ക് ആവുകയാണ്. ആൻഡ് ഡിലേഡ് ഫ്ലവറിങ്, കാര്യം സ്റ്റെമ്മിന് ശ്രദ്ധ മൊത്തം എന്തോ ആണ്, ഇങ്ങനെ പൊക്കം വെക്കാനാണ്, അതായത് ഹൈറ്റ് കൂടാനായിട്ടാണ്. അപ്പോൾ ഏത് ഹോർമോണാണ് ഈ ഒരു കാര്യത്തിന് റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. അപ്പോൾ എക്സസീവ് സ്റ്റെം ഗ്രോത്ത് അല്ലെങ്കിൽ സെൻട്രൽ ആക്സിസിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് നമുക്കറിയണം. അതായത് സെൻട്രൽ ആക്സിസ്, പ്ലാന്റിൻ്റെ സെൻട്രൽ ആക്സിസ് അല്ലെങ്കിൽ ഇൻ്റർനോഡൽ ഇലോങ്ങേഷൻ നടത്തുന്ന ഹോർമോൺ ഏതാണ് എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബറലിൻ, അബ്സസിക് ആസിഡ്, ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഏത് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്? നമുക്ക് ഗിബറലിൻസ് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഗിബറലിൻസിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് ഇൻ്റർനോഡൽ ഇലോങ്ങേഷൻ ആൻഡ് ദ ഇലോങ്ങേഷൻ ഓഫ് ദ സെൻട്രൽ ആക്സിസ് ഓഫ് എ പ്ലാന്റ് ബോഡി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഒരു കഥ പോലെ എഴുതിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും അല്ലേ.